എൻ്റെ കുടുംബാംഗങ്ങളെന്ന് എനിക്ക് പറയാനാണ് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ എല്ലാവരും എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഡിസ്റ്റൻസ് തോന്നുന്നു. ഇതെല്ലാവരും എൻ്റെ കുടുംബത്തിനകത്ത് നിങ്ങൾ എന്നെ സ്വീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ആദ്യമായിട്ട് കാവ്യശികയെക്കുറിച്ച് അറിയുന്നത് സലി സാർ പറഞ്ഞിട്ടാണ്. മനോരമ ഹോർത്തൂസിൽ പാടാൻ പോയായിരുന്നു. അതുകൂടാണ്ട് മുസിരീസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, രണ്ട് സ്ഥലത്തും ഞാൻ സാറിനെ കണ്ടു. അപ്പോഴാണ് സാർ എന്നോട് സാറും പട്ടാളത്തിലായിരുന്നു എന്ന് പറഞ്ഞപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ എനിക്ക് പറയാനുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സാഹചര്യം എനിക്കിവിടെ ഇല്ല എന്നുണ്ട്. എങ്കിലും ഞാൻ ആദ്യം കാവ്യശികയിൽ എനിക്കുണ്ടായിരുന്ന കാര്യം പറയുന്നതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നു. പക്ഷേ ഈ കാണുന്ന സെലീനയിൽ നിന്ന് വളരെ ഡിഫറെൻ്റായ വേറൊരു സെലീനയുണ്ട് ഈ കാലഘട്ടം ജീവിച്ചു പോകുന്ന സെലീനയ്ക്ക്. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഞാൻ ഇതിലൊന്നും പറയാം. എനിക്കതാണ് കൂടുതൽ ഇപ്പോൾ പറയാൻ ഇഷ്ടം തോന്നുന്നത്. ഞാനിവിടേക്ക് വരുമ്പം എന്നോട് എനിക്ക് പോരാൻ 2-3 കാര്യങ്ങൾ എനിക്ക് മാറ്റിവെക്കേണ്ടി വന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് ഈ 17-ാം തീയതി ഒരു വനിതാ സാംസ്കാരിക ഫോറം ഉണ്ട് അവിടെ ലൈബ്രറിയിലുണ്ട്. അതിലൊരു ബുക്ക് വായിച്ചിട്ട് റിവ്യൂ ചെയ്യാനുണ്ട്. ഞാൻ ആ ബുക്ക് വായിച്ചില്ല. എൻ്റെ പേരിടാനായിട്ട് ചെറിയൊരു നോട്ടീസ് പോലെ അടിക്കും. ഞാനത് വേണ്ട, എനിക്ക് വേറെ 2-3 തടസ്സമുണ്ട്, ഇതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം അതും സാഹിത്യമാണല്ലോ, ഇതും അതല്ലേ. രണ്ടും കൂടെ കൂടുമ്പോൾ എനിക്ക് പറയണ്ടെന്നുണ്ട്. എന്നാൽ അറിയാവുന്ന ചിലർക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ ഞാനിങ്ങോട്ട് പോരാൻ തുടങ്ങുമ്പോൾ മറ്റു കൂട്ടുകാരുണ്ട്, സലി സാർ അറിയുന്നവരാണ്. അവരോട് ഒത്തിരി നിർബന്ധിച്ച്, അവരെല്ലാം പ്രീ ഓക്യുപ്പൈഡാണ്, അവർക്ക് വരാൻ പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ കാര്യങ്ങളെ ഞാനങ്ങ് മാറ്റി വയ്ക്കാനുണ്ടായ പ്രധാന കാര്യം എന്നോട് പറഞ്ഞു, സെല്ലിനെ ഇത് പോകുന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടുള്ള സാഹിത്യവേദിയൊന്നും അല്ലിത്. ഒരു കവിതാവേദി എന്നൊന്നും ഇതിനെ വിളിക്കാൻ പറ്റില്ല. ഇത് അതിലും വലിയ എന്തോ ആണ്. അതിലേക്ക് വരേണ്ടത്, അത് പോയി അനുഭവിച്ചറിയുകയും ഞാൻ പറയുകയല്ല വേണ്ടതെന്ന് സലി സാർ എന്നോട് പറഞ്ഞു. വീണ്ടും ഞാൻ പറഞ്ഞു, ഇല്ല സാറേ ഞാൻ വരുന്നില്ല, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. പിന്നെ അത്രയും ദൂരമല്ലേ, ഹസ്ബൻഡ് തന്നെയുള്ളൂ വീട്ടിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പോകുന്നതിന് എന്നെ എൻകറേജ് ചെയ്യുന്ന ആൾ തന്നെയാണ് ഹസ്ബൻഡ്. അപ്പോൾ പോകുമെന്ന് പറയും. ഞാൻ പുള്ളിയോട് വരുന്നോന്ന് ചോദിച്ചു. സാഹിത്യ അഭിരുചിയൊന്നുമില്ല, ഞാൻ അവിടെ ഇരുന്ന് ബോറടിക്കും. സാരമില്ല, ബാക്ക് ബെഞ്ചിലിരുന്ന് ബോറടിച്ചോ പോരെന്ന് പറഞ്ഞിട്ട് പുള്ളി പോകുന്നില്ല. അവസാനം അത് തന്നെയല്ല, എൻ്റെ സ്പേസ് എൻ്റേതായിക്കോട്ടെ എന്നോട് പറയും. എനിക്ക് പോകണം, ഇപ്പം ഞാൻ പോകും എന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിടുന്നൊരു സാഹചര്യമുണ്ട്. ഞാനിങ്ങനെ പോരുവാണ്. ഇവിടെ വന്ന് ഇപ്പം പോന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ രാവുണ്ണി മാസ്റ്ററെ അറിയുമോ എന്നോട് ചോദിച്ചു. ഞാൻ വാസ്തവത്തിൽ ഞാൻ അറിയുകയില്ല. അതാണ് എൻ്റെ സത്യം, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് എനിക്കിത് പറയുമ്പോൾ എനിക്കൊന്ന് കരയണമെന്നാണ് തോന്നുന്നത്. ഞാൻ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നോർത്തിട്ട്. ഞാൻ അറിയാത്ത ആളുകളാണ് എല്ലാവരും എന്ന് പറഞ്ഞാലും അതിനകത്തൊരു തെറ്റുമില്ല. ഇതിന് കാരണം ഞാനല്ല. ഇതിൻ്റെ കാരണം ഞാൻ മലയാളത്തെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട, മലയാളത്തെ പ്രണയിച്ച, മലയാളം പഠിക്കണമെന്ന് ആഗ്രഹിച്ച ഞാൻ മലയാളത്തിന് എനിക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ എന്നോട് ചോദിച്ചു, ഈ മലയാളം പഠിച്ചിട്ട് നീ എന്ത് കാണിക്കാനാണ്, എന്ത് ജോലിയായിട്ട് ഇന്ന് നേടാനുള്ളതെന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ എൻ്റെ പേരൻസൊക്കെ നല്ല പോലെ വായിക്കുന്നവരും ഒക്കെ ആയിരുന്നു. എന്നാലും നിനക്ക് പ്രാക്ടിക്കലായിട്ട് നോക്കണ്ടേ, നിനക്ക് മലയാളത്തിൽ നിന്ന് എന്ത് കിട്ടാനാ എന്ന് പറഞ്ഞു. പിന്നെ എന്താ പഠിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് പഠിക്കേണ്ടത് ജേർണലിസമാണ്. ഇവിടെയാണ് ജേർണലിസം ഇവിടെ ഉള്ളത്, ഇവിടെ ഒന്നുമില്ല, മദ്രാസിലൊക്കെ പോകണം എന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അറിയാണ്ട് മനസ്സിൽ തോന്നി, എങ്ങനെയെങ്കിലും ഇവിടെ വിടണം, എന്നാലും എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. ഞാനിവിടുന്ന് പോയി ഒരു പർദ്ദയിട്ടിരിക്കുന്ന പെണ്ണ് എന്ന് കൂട്ടിക്കൊണ്ടാൽ മതി എൻ്റെ ഡിഗ്രിയുടെ കാര്യങ്ങൾ. ഞാനതൊന്നും ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ ജേർണലിസത്തിലൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. സോഷ്യോളജിയിൽ ഞാൻ ഗ്രാജുവേഷൻ എടുത്തിട്ടുണ്ട്, BCom ചെയ്തിട്ടുണ്ട്. ഞാൻ സൈക്കോളജിയിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചില്ല, കാരണം 240 മണിക്കൂർ എനിക്ക് ബാക്കി വയ്ക്കാനില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ MA സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കണം, അതൊക്കെ എൻ്റെ സ്ഥലങ്ങളാണെന്നൊക്കെ തോന്നിയെങ്കിലും എനിക്ക് മലയാള ഭാഷയിലേക്ക് എനിക്ക് ബുക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് ഖസാക്കിൻ്റെ ഇതിഹാസം, മലയാളം അറിയാവുന്ന ഇൻ്റലക്ച്വലായ ആളുകളൊക്കെ വായിക്കുന്ന ഒരു ബുക്കാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. ഇത് വായിക്കാത്ത നീ എന്ത് മലയാളിയാണ്, അല്ലെ സാഹിത്യ അഭിരുചിയുള്ള ആളാണ് എന്നൊക്കെ തോന്നി. ഒരു ഖസാക്കിൻ്റെ ഇതിഹാസം ബുക്ക് മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബുക്ക്. ഞാൻ പോകുമ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ട് പോയതാണ്. അവിടെ ചെന്ന് ആരോ എന്നോട് പറഞ്ഞു, അയ്യോ ഞാൻ വായിച്ചിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു.
അന്ന് ഫോണൊന്നുമില്ല വീടുകളിൽ. ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു വിട്ടു ആ ബുക്ക് എനിക്ക് തിരിച്ചു താ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നില്ല. അവിടെ ന്യൂഡൽഹിയിൽ ഞങ്ങൾക്കൊരു ലൈബ്രറി ഉണ്ട്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് ലൈബ്രറി ഉണ്ട്. അതിൽ ഞാനൊരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഈ ലൈബ്രറിയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് ഓഫീസ് ടൈമിംഗാണ്. അതിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല, ഓഫീസിൽ നിന്ന് നമുക്ക് പെർമിഷൻ കിട്ടത്തില്ല അങ്ങനെ ഇറങ്ങിപ്പോകാനായിട്ട്. അപ്പം ഞാനെങ്ങനെയാണ് ലൈബ്രറിയിൽ പോയി പുസ്തകം എടുക്കുന്നത്? ലീവ് എടുത്തിട്ട് വേണമല്ലോ പോകാനായിട്ട്. ലീവ് നമുക്ക് തരത്തുമില്ല. ശനിയാഴ്ച ചോദിച്ചു, അവിടെയില്ല. 5 മണിക്ക് ശേഷം ഉണ്ടോ? അവിടെയില്ല. പിന്നെ ആരാണ് ഈ ലൈബ്രറി ഉപയോഗിക്കുന്നതെന്ന് ഇന്നും എനിക്ക് ചോദ്യചിഹ്നമാണ്. അതെന്തിനാണ് ആ ലൈബ്രറി ഉള്ളത്? എന്നാലും എവിടെയെങ്കിലും ഞാൻ ഒപ്പിച്ച് അവിടെ പോയി ബുക്ക് വാങ്ങിക്കും. 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒരു കാർഡ് വരും, ബുക്ക് തിരിച്ചു വെക്കണം. പക്ഷേ ബുക്ക് വായിച്ച് തീരണ്ടേ, എന്നിട്ടല്ലേ തിരിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ തിരിച്ചു കൊടുക്കാൻ ലീവ് എടുക്കണം. ഇങ്ങനെ വന്നപ്പോൾ ഇത് നടപടിയുള്ള കാര്യമില്ലെന്ന് മനസ്സിലായി. വീണ്ടും ഞാൻ ആരോ നാട്ടിൽ നിന്ന് വന്നവരോട് എനിക്ക് 3-4 ബുക്കുകളുടെ പേരെഴുതി ചോദിച്ചു. പിന്നെ അവിടെ കേരള ഹൗസ് ഉണ്ട്, അവിടെ നമുക്ക് ഉണ്ട്. പിന്നെ ഒരു ഡൽഹിയിലെ സാഹിത്യവേദിയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ പോകുമായിരുന്നു. ഇടയ്ക്കൊക്കെ കൊച്ചു കവിതകൾ പാടാനൊരവസരമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഓൾ ടുഗദർ മലയാളം എന്ന് പറയുന്നത് എന്നിൽ നിന്നും പഠിച്ചു മാറ്റിയ ഒരു കാര്യമായി. പിന്നീടും എനിക്ക് എഴുതാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ ഒരു കഥയും ഒരു കവിതയും എഴുതി. അത് ഏതെങ്കിലും മാസികയ്ക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഓഫീസർ പറഞ്ഞു, നിനക്കങ്ങനെ അയച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല, നീ പോയി അത് പെർമിഷൻ വാങ്ങിച്ചിട്ടേ അയക്കാൻ പറ്റത്തുള്ളൂ. പെർമിഷൻ വാങ്ങിക്കാൻ ഞാൻ ചെന്നു. മലയാളത്തിലാണ് എഴുതിയത്. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ കൊണ്ടുവന്ന് അത് കമ്മിറ്റിയുണ്ട്, കമ്മിറ്റി നോക്കിയിട്ട് മാത്രമേ ഇത് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഡിഫൻസിലായതുകൊണ്ട് അവർ സമ്മതിക്കുന്നില്ല. അപ്പം നമ്മുടെ ഈ പർദ്ദയ്ക്കകത്തിട്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. എഴുതിയതൊക്കെ പർദ്ദയ്ക്കകത്ത് ഞാൻ ഒളിച്ചു വെച്ച സൗന്ദര്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നീട് എനിക്കത് എഴുതാനായിട്ട് എനിക്ക് സാഹചര്യം ഉണ്ടായില്ല, എനിക്ക് പറ്റിയില്ല. പിന്നെ ജീവിത പ്രാരാബ്ദ്യം ഞാനതിൽ ഇട്ട് എൻ്റെ മലയാളത്തെ കൊന്നുകളഞ്ഞു, എൻ്റെ സാഹിത്യത്തെ കൊന്നുകളഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. ഇവിടെ വന്ന് ഈ ക്യാമ്പിലേക്ക് ഞാൻ വന്നു കയറിയപ്പം ഇവരോരോരുത്തരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ രണ്ടാമത് ആവർത്തിക്കേണ്ട. എൻ്റെ തന്നെ തലച്ചോറിനകത്ത് നിന്ന് എടുത്തിട്ടാണ് ഇവിടെ റീന നിഷയൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ച അതേ കാര്യം അതേപടി പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. എനിക്കതിലപ്പുറം ഇല്ല അതിനെക്കുറിച്ച് പറയാനായിട്ട്. പിന്നെ നമ്മളുടെ ക്യാമ്പിൽ പോകുമ്പം നമ്മൾ ഇന്നലെ ഉള്ള നമ്മുടെ യാത്രയിൽ വാക്കിംഗ് എൻസൈക്ലോപീഡിയ ആയിട്ടാണ് ബിജു മാഷ് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും അത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ എന്നേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഓരോ ശബ്ദത്തിലും ഓരോ വാക്കിലും ഓരോ സാഹചര്യത്തിലും ഓരോ കണ്ണു ചിമ്മുന്നതിലും കവിത വന്ന് അതെല്ലാം ആരുടെയൊക്കെയോ വലിയ കവിതകളെ മനോഹരമായിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല, അടുത്തുനിന്ന് മാറി നിൽക്കാൻ തോന്നുന്നില്ല. അതുപോലെ കവിത ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കവിതയിൽ നമ്മളെ കവിത ചൊല്ലി ആസ്വദിപ്പിക്കുന്നതല്ല, ഓരോ പാഠങ്ങളായിരുന്നു പഠിപ്പിക്കുക ചെയ്യുന്നത്. ഒരു അധ്യാപകനായിട്ടാണോ, ഒരു സഹോദരനായിട്ടാണോ, ഒരു കവിയായിട്ടാണോ, ആരായിട്ടായിരുന്നു ഇത്ര ദിവസവും കൂടെ ഉണ്ടായിരുന്നതെന്ന് അറിയില്ല. അതുപോലെ ഭയങ്കര നന്ദി. അത് ഒത്തിരി അറിവ് നേടിയാണ് ഇവിടുന്ന് പോകുന്നത് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ. പിന്നെ ഞാൻ രാഹുൽ മാഷിൻ്റെ അടുത്തേക്ക് വരികയാണ്. കൊച്ചുകുട്ടികളെ പോലെ എല്ലാവരെയും കാണും. മാഡം ഡൽഹിയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ മാഡം എന്ന് വിളിക്കുമ്പോൾ ഡൽഹിയിൽ നമുക്ക് ആരെയും ചേച്ചിന്നോ ചേട്ടാന്നോ ഒന്നും വിളിക്കണ്ട. എല്ലാവർക്കും പേരിൻ്റെ ശേഷം ഒരു ജി എന്നിട്ടാൽ മതി. അപ്പോൾ ആരെ വിളിക്കണമെങ്കിലും നമുക്ക് ജി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് പ്രായഭേദമന്യേ ജി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ റെസ്പെക്റ്റാണ്. അപ്പോൾ നമുക്കൊരു എല്ലാവരോടും അതിനകത്ത് പ്രായമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാവരെയും ജി എന്നൊന്ന് വിളിച്ചോട്ടെ. കാരണം എനിക്ക് എല്ലാവർക്കും അതുപോലെ റെസ്പെക്റ്റ് തരാനാണ് തോന്നുന്നത്, വലിപ്പ ചെറുപ്പമില്ലാതെ. എല്ലാവരും എൻ്റെ ജി ആണ്. അപ്പോൾ സാറിനോട് പറയാനുണ്ട്, ഞാൻ നോക്കുന്നത് എന്നോട് മാത്രമുള്ളതല്ല, എന്നോടുള്ള ഞാനിപ്പോൾ ഇവിടെ വന്ന് പുതിയതായിട്ട് വന്ന ഒരു ആൾ, എനിക്ക് വലിയ എൻ്റെ ഒന്നും അങ്ങനെ പ്രസൻറ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല. ഞാനൊന്നുമില്ല. എന്നിട്ട് പോലും കൂടെ ആ കരുതൽ, ആ സ്നേഹം, ആ ബിലോങ്ങിങ്നെസ് ചങ്കോട് ചേർത്ത് വെക്കുന്ന അത് എന്നോട് മാത്രമായിരിക്കുമോ എന്ന് ഞാൻ അനുഭവിച്ച് നോക്കുമ്പോഴാണ് തൊട്ടടുത്തിരിക്കുന്ന ആളിനോടും അതെ, എല്ലാവരോടും അതെ, സ്വന്തം ഭാര്യയോടും അതെ. ഇതെനിക്ക് കാണുമ്പം കണ്ണു നിറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു മനുഷ്യൻ എൻ്റെ ഒരു കൂട്ടായ്മ, അത്രയും വലിയൊരു മനുഷ്യനാണ് ഇത് നയിക്കുന്നത്. ഇതിലേക്ക് എനിക്ക് വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര ഭയങ്കര നഷ്ടമായിരുന്നല്ലേ. ഞാനത് പറയാതിരിക്കുന്നതെന്നു വെച്ചാൽ പല കവിത സംഘടനകളിലും പല ക്യാമ്പുകളിലും ഒക്കെ നമ്മൾ പോകുമ്പോഴും അവിടെ തലങ്ങളുണ്ട്, പല തലങ്ങളുണ്ട്. ആ തലങ്ങളാണ് നമ്മളെ പലപ്പോഴും
പേടിപ്പെടുത്തുന്നത്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്ന ഈ തലങ്ങളാണ്. അവിടെ കുറേ ഓർഗനൈസേഴ്സ് ഉണ്ട്, പിന്നെ വേറെ ഞങ്ങൾ വലിയ സാഹിത്യ ആണ് അല്ലാന്നല്ല, അവരെല്ലാവരും ഉണ്ട്. അതിൻ്റെ താഴെയുണ്ട് നമ്മളിപ്പം ഇന്നലെ വന്ന് അങ്ങനെയൊക്കെയുള്ള പല തലങ്ങളിലാണ് സാഹിത്യ വേദികളിലൊക്കെ നമുക്ക് എല്ലാവരെയും പലപ്പോഴും കാണാൻ പറ്റുന്നത്. ഇവിടെ അങ്ങനെ ഒരു തലവുമില്ല എന്നുള്ളതാണ്. എനിക്ക് ചെമ്മണ്ണൂർ സാറിനെ ആണെങ്കിലും ശ്രീജി സാറിനെ ആണെങ്കിലും എല്ലാവരെയും ഞാൻ പറഞ്ഞ് ഓരോരുത്തരെയും ഞാൻ പറയുകയാണ്, അവിടെ ഒന്നും തലങ്ങളില്ല. നമ്മളോടൊക്കെ സംസാരിക്കാൻ ഇങ്ങോട്ട് വന്നാണ് സംസാരിക്കുന്നത്. ഞാൻ എന്നോടൊന്നും മിണ്ടാമോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ എന്നോട് ഇങ്ങോട്ട് വന്നും മിണ്ടി വർത്താനം പറയുന്ന അത്രയും അവരൊക്കെ ഹൃദയത്തോട് ചേരുന്നത് ഭാഷ കൊണ്ട് മാത്രമല്ല, നമ്മളെല്ലാം ഇതിലേക്ക് ഇറക്കണമെന്നുള്ള അവർക്കുള്ള അറിവുകൾ നിങ്ങൾക്കും ഉണ്ടാകണമെന്നുള്ള ആ പകരണം എന്നുള്ള അതാണ് കാണുന്നത് ഞാൻ. കാരണം നമുക്കൊക്കെ ഉണ്ട്, ഞാൻ വലിയ ആളാണ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അതുപോലെ ഓരോരുത്തരാണ്, വളർന്നു വരുന്നവരാണ്, അങ്ങനെ ആവുക എന്ന് പറയുന്ന മെസ്സേജ് ഇതിനകത്ത് തരുന്നുണ്ട്. എല്ലാവരും ഇൻഡിവിജ്വലി, ഞാൻ ഓരോ സാറിൻ്റെ അടുത്തും, ജയറാം സാറാണേലും ഞാൻ കൃഷ്ണൻ സാറാണ്, എല്ലാവരും ഞാൻ ഓരോരുത്തർക്കും ഓരോ യുണീക്നെസ് ഉണ്ട്. എന്നാൽ അവരെല്ലാവരും ബിലോമിങ്നെസ് എന്ന് പറയുന്നതും ചേർത്ത് പിടിക്കലെന്ന് പറയുന്നതും ആരോടാണ് എനിക്ക് പ്രത്യേകിച്ച് ആരെങ്കിലും മുഖത്തേക്ക് നോക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് അവരെല്ലാം എനിക്ക് എന്തോ തന്നു എന്നാണ്. എല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് നന്ദിപൂർവ്വം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സുഭാഷ് ടീച്ചറാണെങ്കിലും എല്ലാവരും ഇരിക്കുന്ന ഓരോരുത്തരും എനിക്കങ്ങനെ. ഞാനിതൊരു മുഖസ്തുതി പറയുന്നതല്ല, തീർച്ചയായിട്ടും അല്ല. അങ്ങനെ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള കാവ്യശിലകളിലൊക്കെ മുഖസ്തുതി പറയും ആളുകൾ, അവർ ഭയങ്കര നല്ലതായിരുന്നു. ഇത് മുഖസ്തുതിയല്ല. ദർശന ആണേലും ഇത് മുഖസ്തുതിയല്ല. ഇതെൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്ത് ഞാൻ എല്ലാവർക്കും നന്ദിപൂർവ്വം പറയുന്ന ഒരു വാക്കാണ്. എല്ലാവരും അത് ദയവായിട്ട് സ്വീകരിക്കണം. വളരെ ഹൃദയം കൊണ്ടെടുത്ത് റൂംമേറ്റ് കൊച്ച് ഇവരെല്ലാവരും പാട്ടുകൊണ്ടും സംഗീതം കൊണ്ടും ഹൃദയം കൊണ്ടും യാത്രയിലും നടപ്പിലും ഒക്കെ കൂട്ടിച്ചേർത്തു എന്നെ ഇതിൽ നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു. എനിക്കതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇതിലേക്ക് വന്നില്ലായിരുന്നു തീർച്ചയായിട്ടും എനിക്ക് വലിയ നഷ്ടമായിരുന്നു. എനിക്ക് ഒത്തിരി എന്തോ പറയാനുണ്ട്, പക്ഷേ എനിക്കെൻ്റെ വാക്കുകൾക്ക് പോലും എന്നോട് മടിയാൻ തോന്നുന്നു, തരുന്നില്ല ഇങ്ങോട്ട്. അത് അത്രയും ഞാൻ ഹൃദയം കൊണ്ട് അടുത്ത് പോയി ഇതിനോട്. ഇത്രയും ഞാൻ പറഞ്ഞു, ഒത്തിരി സമയം പറഞ്ഞു. എന്നാലും ഒരു 2 വാക്കൂടെ ഞാൻ എൻ്റെ സ്വന്തമായ ജീവിതത്തിലുണ്ടായ കാര്യത്തിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് സുബേദാർ സാറ് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പുറത്ത് ഉള്ള ആളുകളെ ഞാൻ ഇന്ത്യയെമ്പാടും ഞാൻ ഒട്ടുമിക്ക സ്റ്റേറ്റിലും ഞാൻ പല ആവശ്യങ്ങൾക്കായിട്ട് പോകാറുണ്ട്. ഓഫീഷ്യൽ ടൂർ തന്നെ പോകാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മറ്റാർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ലാത്ത അത്രയും കാര്യങ്ങളിൽ കൂടെ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിപ്പോരുമ്പം നമ്മളൊരു കൺസെൻറ്റ് ഒപ്പ് ചെയ്ത് വെച്ചിട്ടാണ് പോരുന്നത്. ഞാൻ ചെയ്ത കാര്യങ്ങൾ പുറത്ത് പറയരുതെന്നുള്ള ഒരു, കാരണം ഞാൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്തത്. എനിക്ക് പറയാൻ അവകാശമില്ല. എന്നിരുന്നാൽ തന്നെ എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് പറയാമല്ലോ. ഇവരൊക്കെ ബോർഡറിൽ ജോലി ചെയ്യുമ്പം നമ്മളുടെ നാട്ടിൽ അത് ആ ബോർഡറുകൾ ഒഴിച്ച്, അതിർത്തികൾ ഒഴിച്ച് ബാക്കിയുള്ളിടത്ത് നല്ലോണം ആഘോഷങ്ങളുണ്ട്, രാഷ്ട്രീയമുണ്ട്, എല്ലാവിധ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയത്തില്ലാത്ത ഹൃദയം തുടിപ്പുകൾ ഉണ്ട്. അത് നമ്മൾ പലപ്പോഴും ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. ആർട്ടിക്കിൾ 370 വേണമായിരുന്നു, ഇത് വേണമായിരുന്നു, അത് വേണമായിരുന്നു എന്നൊക്കെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് വെറുതെ നമ്മൾ അന്തിച്ചർച്ചകൾക്കത് ചേർക്കാറുണ്ട്. ആ അന്തിച്ചർച്ചകൾക്ക് ചേർക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അവിടേക്ക് പോകുന്ന ആളുകൾ ഓരോരുത്തരുടെയും ജീവിതം. ഞാൻ ഈ പത്താൻകോട്ടോ കാശ്മീരിലോ ഒക്കെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്കായിട്ട് എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല. പക്ഷേ എനിക്ക് ലേഹിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചില ഇൻസ്പെക്ഷൻസ് ഉണ്ടാവാറുണ്ട്, എനിക്കിപ്പോൾ അതിന് പോകേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ലേഹിൽ പോയിട്ടുണ്ട്, കാശ്മീരിലല്ലാതെ പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ ഇവരുടെ എല്ലാം പിന്നിൽ ഈ വർക്ക് നടക്കും. ഇവരൊക്കെ പുറത്തേക്ക് പോകുമ്പം അത് ഞങ്ങളുടെ കൈകളിലാണ് അതിരിക്കുന്നത് എന്നുള്ളൊരു സത്യമുണ്ട്. ഇവർക്ക് കിട്ടുന്ന ഗ്രാൻഡ് ആയാലും, ഇവർക്ക് കിട്ടേണ്ട പെർമിഷൻസ് ആയാലും, ഇവർക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും വെറുതെ ടേപ്പിസത്തിൽ ഒതുങ്ങി നിൽക്കാവുന്ന ഒന്നാണ്. അതിനെ കാത്തു സൂക്ഷിക്കാൻ അത് ഓരോ ബാക്കിലിരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഉത്തരവാദിത്വമായിരുന്നു.
പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാർഗിൽ വാറാണ് എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത ഒരു കാര്യം. കാർഗിൽ വാറിൻ്റെ കാര്യം പറഞ്ഞാലും നമുക്ക് ഇപ്പം അതിനേക്കാൾ അബ്ദുൽ കലാം സാറ് ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്നു DRDOയുടെ. 4 കൊല്ലം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നപ്പം ഞങ്ങളുടെ മേളിലെ ഫ്ലോറിലാണത്. പറയാൻ സമയമില്ല, എന്നാലും എനിക്ക് ജസ്റ്റ് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ 2nd ഫ്ലോറിലാണ്, അദ്ദേഹം 4th ഫ്ലോറിലാണ്. ആ വിങ്ങിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സിംപ്ലിസിറ്റിയെ കുറിച്ച് പറയാനാണ്. ക്യാൻറ്റീനിൽ നിന്ന് ഇങ്ങനെ ഒരു തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ കാണാം, ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ, കള്ളിയുള്ള ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ. ആ പ്ലേറ്റാണ് ഞങ്ങളുടെ അവിടുത്തെ ക്യാൻറ്റീനിൽ ആഹാരം കൊടുക്കുന്ന പ്ലേറ്റ്. ആ പ്ലേറ്റിൽ 2 എന്നാണ് ചപ്പാത്തി, ഇച്ചിരി ചോറ്, പച്ചരിച്ചോറ്, ഡാല് അതും ഇതൊക്കെ വെച്ച് അതിൻ്റെ മേലെ ഒന്നുകൂടെ വെച്ച് ഒരു 10 തട്ടായിട്ട് ഈ ക്യാൻറ്റീനിലെ പയ്യൻ കിട്ടിയ റൂമുകളിലെ ഓർഡർ അനുസരിച്ച് കൊണ്ടുപോകും. ഇങ്ങനെ ഒരു ദിവസം ലിഫ്റ്റിൽ അങ്ങ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ 4th ഫ്ലോറിലേക്കാണ് അവൻ ലിഫ്റ്റിൻ്റെ പ്രസ് ചെയ്ത്. ഞാനതിലുള്ളപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങോട്ട് ഇത് 4th ഫ്ലോറിൽ എവിടെയാണ്? അപ്പോൾ അത് സെക്രട്ടറിയുടെ ഓഫീസാണല്ലോ, അങ്ങോട്ട് എവിടെയാണ് പോകുന്നത്? സാർ ആ 4th ഫ്ലോറിലെ 404 കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം ഞാൻ പതിവായിട്ട് പോകുന്ന സ്ഥലമാണ് 404. ഞാൻ പറഞ്ഞു, ഇത് എല്ലാം മറ്റിടത്ത് കൊടുത്തിട്ട് ഇത് കൊണ്ടുപോകണ്ട ഇപ്പോൾ കേട്ടോ എന്ന് പറഞ്ഞു. ഇത് താഴെ ക്യാൻറ്റീനിൽ കൊണ്ടുപോയേ, ഞാൻ അവിടെ വന്നേക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമേ ഉള്ളൂ, എനിക്കിതൊന്നും പറയാനുള്ള അധികാരമോ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ആ ലിഫ്റ്റിൽ കയറിയ ഒരാൾ മാത്രമുള്ള അധികാരം എനിക്കുള്ളൂ. ഞാൻ ക്യാൻറ്റീനിൽ ചെന്നിട്ട് ക്യാൻറ്റീൻ മാനേജറെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ 4th ഫ്ലോറിൽ നിന്ന് 404 നിങ്ങൾ ഈ ആഹാരം കൊണ്ടുപോകുന്നത് അബ്ദുൽ കലാം സാറിനാണ്, പുള്ളി സെക്രട്ടറിയാണ്. നിങ്ങളൊരു പ്ലേറ്റിൽ വെച്ചിട്ട്, ഒരു പ്ലേറ്റ് ഇവിടെ കിട്ടില്ല, ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം. നിങ്ങളൊരു പ്ലേറ്റിൽ വെച്ചിട്ട് 2-3 കട്ടോരിക്കകത്ത് ആ കറികൾ ഇട്ടിട്ട് നിങ്ങൾ കൊടുത്തു വിടുക. നിങ്ങൾ ഓരോ റൂമും നമ്പറും തരുമ്പോൾ നിങ്ങൾ സാധാരണയായിട്ട് കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞു. അവിടെ ചെന്നു. അന്ന് 5 രൂപയോ 10 രൂപയോ കണ്ടൊക്കെ ഒരു ഇതിനുണ്ട്. 6 രൂപയേ ഉള്ളൂ അന്ന് ആഹാരത്തിൻ്റെ റേറ്റ്. അദ്ദേഹം ആ പോക്കറ്റിൽ നിന്ന് 6 രൂപ എടുത്തു കൊടുക്കും. അങ്ങനെ സ്റ്റാഫ് അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ പുള്ളി ഒന്നുമല്ല, ആ റൂമിൽ തന്നെ മുട്ടി എന്ന് പറയും, ആ മേശ കൊണ്ട് വയ്ക്കും. അവിടുന്ന് അതെടുത്ത് പുള്ളിക്ക് തന്നെ കൈ കഴുകി ആ പാത്രം ആ റൂമിൽ തന്നെ ഒരു ഇതുണ്ട്, അത് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്താണല്ലോ. പുള്ളി അത് കഴുകി അവിടെ എടുത്തു വയ്ക്കും. ഇത്രയും സിമ്പിളായ ആ അബ്ദുൽ കലാം സാറിന് നമ്മൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുവാണെങ്കിൽ അദ്ദേഹം വേണേൽ താഴെ ഇരിക്കും. അത്രയും സിംപിൾസിറ്റി അദ്ദേഹത്തിനുണ്ട്. നമ്മൾ പലതും എന്തെല്ലാം പറഞ്ഞാലും ഇദ്ദേഹം കാർഗിൽ വാറിൽ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നില്ല, ഒരു മേജർ ജനറൽ എന്തായിരുന്നു പേര്, മേജർ ജനറൽ എന്നുള്ള പേരിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എവിടെയോ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു. ഇതെങ്കിലും ഒരു രഹസ്യമല്ലേ പുറത്തു പോട്ടെ. അപ്പോൾ അദ്ദേഹം അത് വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലല്ല, ഒരു മേജർ ജനറൽ എന്നുള്ള പേരിൽ ചുക്കാൻ പിടിച്ച ആളാണ് കാർഗിൽ വാറിലെ ഇദ്ദേഹത്തിൻ്റെ അത്. നമുക്കറിയത്തില്ല, അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ജോർജ് ഫെർണാണ്ടസ് സാർ അവിടെ ഇതായിരുന്നു, മിനിസ്റ്ററായിരുന്നു. ഞങ്ങൾ പിന്നെ ഇങ്ങനെ അദ്ദേഹത്തിന് മാത്രമായിട്ടൊരു ലിഫ്റ്റുണ്ട്. ഈ ലിഫ്റ്റിൽ നമ്മൾ ആ ലിഫ്റ്റിൽ കയറാൻ പോകത്തില്ല, കാരണം സെക്രട്ടറിയുടെ ലിഫ്റ്റല്ലേ. അപ്പം നമ്മൾ പുറത്ത് നിൽക്കുവാണെങ്കിൽ നമ്മളെ കാണുവാണെങ്കിൽ കം എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് ഞാൻ എവിടെ നിന്നാണ്, ഞാൻ കേരളത്തിൽ നിന്നാണ്, കൊച്ചിയിൽ നിന്നാണ്. എന്നിട്ട് I was in Trivandrum, as if I don't know anything about him. So I was in Trivandrum എന്ന് പറഞ്ഞു. സാറേ എനിക്കറിയാം സാറേ എന്ന് പറഞ്ഞു. നമ്മുടെ തലയിലൊക്കെ ഒന്ന് തൊട്ട് അതൊരു നമ്മൾക്ക് ജോലിയിൽ നിന്ന് നമുക്ക് ഒരു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആകാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ടച്ചാണത്. അത് നമുക്ക് പലയിടത്തും കിട്ടത്തില്ല. ഞാനിപ്പോൾ ഇത് അബ്ദുൽ കലാം സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ രാവുണ്ണി മാഷിനെ ഒന്നുകൊണ്ട് ഓർമ്മിക്കാനായിട്ടാണ് ഞാനത് പറഞ്ഞത്. എനിക്കിത് കൂടുതൽ അതിൻ്റെ സിംപ്ലിസിറ്റി പറഞ്ഞറിയിക്കാൻ അറിയില്ല. ഞാൻ വീണ്ടും എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ഇതാണ് എനിക്കുണ്ടായ ചെറിയൊരു അനുഭവം. ഒത്തിരി പറയാം, പക്ഷേ പറയുന്നില്ല. ഒരുപാട് നന്ദി, നിങ്ങൾ എന്നെ കൂടെ ഈ കൂട്ടത്തിൽ ചേർത്തതിൽ. എൻ്റെ എഴുത്ത് തുടരാൻ നിങ്ങളെല്ലാവരും എന്നെ സഹായിച്ചാൽ ഞാൻ ഇനിയും എഴുതാം. എല്ലാവരെയും ഞാൻ പേരെണ്ണി പറയുന്നില്ല, പക്ഷേ എല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പം എല്ലാവരും അത് സ്വീകരിക്കണം. താങ്ക് യു.